ഹലോ കിസാനുകളിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിലെ അഭിമാനമായിട്ടുള്ള നമ്മുടെ സഞ്ജു സാംസന് നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷനും പിന്നെ നമ്മുടെ കേരള ഗവൺമെൻറ്റും കൂടെ സ്വീകരിക്കുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. അതുമാത്രമല്ല നമ്മുടെ KCAയുടെ അത് നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഒരു പുതിയൊരു ഡൊമസ്റ്റിക് ഗ്രൗണ്ടിൻ്റെ ഒരു ഇനോഗ്രേഷനും കൂടെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ പുതിയ ക്രിക്കറ്റ് ഗ്രൗണ്ട് വന്നിട്ട് നമ്മുടെ ട്രിവാൻഡ്രം മംഗലപുരത്താണ് ഈ ക്രിക്കറ്റ് സ്റ്റേഡിയം ഉള്ളത്. ഇത് KCAയുടെ അണ്ടറിൽ വരുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം കൂടെയാണ്. അപ്പോൾ അതായത് നമുക്കിപ്പോൾ 3 ഗ്രൗണ്ടുണ്ട്. നമ്മുടെ തുമ്പ, ഈ മംഗലപുരത്തുള്ള 2 ഡൊമസ്റ്റിക്, പിന്നെ ഇൻ്റർനാഷണൽ ഗ്രൗണ്ടായിട്ടുള്ള ഗ്രീൻഫീൽഡ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം. ഈ ഗ്രൗണ്ട് ഇനോഗ്രേഷൻ ചെയ്തത് നമ്മുടെ CM ആയിട്ടുള്ള പിണറായി വിജയനാണ്. ഇതിൻ്റെ കൂട്ടത്തിലാണ് നമ്മുടെ സഞ്ജു സാംസനെ സ്വീകരിക്കുന്ന ചടങ്ങും ഇവിടെ കൂടെയാണുള്ളത്. അങ്ങനെ ഇതിൻ്റെ പരിപാടി വന്നിട്ട് 6 മണിക്കാണ് ഈ പരിപാടി നിശ്ചയിച്ചത്. കറക്റ്റ് 6:30 ആയപ്പോഴത്തേക്കും നമ്മുടെ CM ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ നമ്മൾ സഞ്ജു ഉണ്ടായിരുന്നു. സഞ്ജു അങ്ങനെ നമ്മുടെ വേൾഡ് കപ്പ് വിന്നറായിട്ട് നമ്മുടെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റൊക്കെ നേടി സഞ്ജു ഇപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഒരു സ്വീകരണത്തിനായിട്ട് വന്നത്. അപ്പം പിണറായിന്ന് സഞ്ജുവിനൊക്കെ നേരിട്ട് കാണാൻ പറ്റിയതന്നെ ഒരു കിടിലൻ ഫീലായിരുന്നു. ഇത് കാണാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം മടങ്ങി വരാം. ക്രിക്കറ്റ് ഗ്രൗണ്ടിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കുന്നു. അതോടൊപ്പം ഇവിടെ ഒരുക്കിയിട്ടുള്ള റെഡ് ലൈറ്റിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ചതായി അറിയിക്കുന്നു. ശ്രീ സഞ്ജു സാംസനെ ഇന്ന് ഇവിടെ ആദരിക്കുകയാണ്. അതോടൊപ്പം കേരളത്തിലെ എല്ലാ ജില്ലകളിലും സ്വന്തമായി ക്രിക്കറ്റ് ഗ്രൗണ്ട് നിർമ്മിക്കാനാണ് ക്രിക്കറ്റ് അസോസിയേഷൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്. പദവിയിലെത്തിക്കുവാൻ ലോകോത്തര പ്രകടനം കാഴ്ചവെച്ച സഞ്ജു സാംസനെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആദരിക്കുന്ന ചടങ്ങാണ്. ലോകകപ്പിൽ കേരളത്തിന്റെ യശസ് വാനോളം ഉയർത്തിയ വേൾഡ് കപ്പിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയ സഞ്ജുവിനെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അനുമോദനം
നൽകുകയാണ്. അനുമോദനം ഏറ്റുവാങ്ങുന്നതിന് സഞ്ജുവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. Ladies and gentlemen, that is a golden badge to the golden boy of Kerala, the pride of Kerala, and a star of Indian cricket, Sanju Samson. ഈ ഒരു അവസരത്തിൽ എനിക്കറിയാം നിങ്ങൾ ഏറെ കാത്തിരിക്കുന്നത് പ്രിയപ്പെട്ട സഞ്ജു നിങ്ങളോട് സംസാരിക്കുന്നതിനാണ്. ആരാധകരോട് സംസാരിക്കുന്നതിനായി സഞ്ജുവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പിന്നെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് എൻ്റെ നമസ്കാരം. റെസ്പെക്റ്റഡ് CM സർ, വലിയ സന്തോഷം സാറ് എന്നെപ്പറ്റി ഇത്രയും സംസാരിച്ചതിൽ വലിയ സന്തോഷം തോന്നുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന എൻ്റെ സ്വന്തം നാട്ടുകാർക്ക് എൻ്റെ നമസ്കാരം. കുറച്ച് ദിവസങ്ങളായിട്ട് എന്തോ സ്വപ്നത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് എൻ്റെ. കുറേ വർഷങ്ങളായിട്ട് വിചാരിച്ചൊരു സ്വപ്നം നടക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീൽ എന്താണെന്ന് ആദ്യമായിട്ടാണ് മനസ്സിലാവുന്നത്. അപ്പോൾ എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോഴും ഇങ്ങനത്തെ ഒരു പരിപാടികളൊക്കെ നടക്കുമ്പോഴും അകത്ത് ഒരാൾ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ശരിക്കും നടക്കുന്നുണ്ടല്ലേ. അപ്പോൾ അത്രയും സന്തോഷമാണ് എൻ്റെ മനസ്സിൽ. പക്ഷെ അത് നാട്ടിൽ വന്നപ്പോൾ നിങ്ങളെല്ലാവരും ആ സന്തോഷത്തിൽ എൻ്റെ കൂടെ ഉണ്ടെന്ന് അറിയുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ഒരു ഇമോഷണലായി പോകുന്നത്. ക്രിക്കറ്റ് നമുക്ക് പെർഫോം ചെയ്യാം, കളി ജയിപ്പിക്കാം, റണ്ണടിക്കാം. പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ ഒരു 1.5-2 മാസത്തിന് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഞാൻ നേടിയ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം നാട്ടുകാരുടെ പ്രാർത്ഥനയാണ്. അപ്പോൾ അതിനാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. നമ്മൾ മാച്ചൊക്കെ കളിക്കാൻ പോകുമ്പോഴും എനിക്ക് കുറേ മെസ്സേജസും ഇതും അങ്ങനെ കുറേ വരാറുണ്ട്. സഞ്ജു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉറപ്പായിട്ടും നല്ലതേ നടക്കത്തുള്ളൂ എന്നുള്ളൊരു പ്രാവശ്യമെങ്കിലും എനിക്ക് വേണ്ടി മനസ്സിൽ പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. കാരണം അത് അത്രയും വലിയൊരു അച്ചീവ്മെൻ്റാണ്. അത് പെട്ടെന്ന് അങ്ങനെ ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു സ്റ്റേജിൽ എത്തിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്ന് ട്രിവാൻഡ്രത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ കുറേ റെസ്പെക്റ്റഡ് സാറുമാരെ ഞാൻ കാണുന്നുണ്ട്. എൻ്റെ ചെറിയ 10ാം വയസ്സിൽ ഞാൻ ആദ്യമായിട്ട് തൈക്കാട് ഓഫീസിൽ വന്നപ്പോഴാണ് ഞാൻ KCA സിസ്റ്റത്തിൽ ഇൻക്ലൂഡഡ് ആയത്. അപ്പോൾ അന്ന് മുതൽ ഉള്ള ഫെസിലിറ്റീസ് അന്ന് കുറച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കൊരു വെള്ളായണി സ്റ്റേഡിയം ഉണ്ടായിരുന്നു, അഗ്രികൾച്ചർ ഗ്രൗണ്ടിൽ LNCPയിൽ മാച്ച് കളിക്കായിരുന്നു. പിന്നെ ഞാൻ കളിച്ച് വളർന്ന മെഡിക്കൽ കോളേജ് നമ്മുടെ ബിജു സാറിൻ്റെ അക്കാഡമി ആയിരുന്നു. പക്ഷേ ഇന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തന്നെ നമുക്ക് ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയവും 2 ഡൊമസ്റ്റിക് സ്റ്റേഡിയവും ഇത്രയും വലിയ ഫെസിലിറ്റീസ് ഉള്ളൊരു എന്താ പറയല്ലേ എന്തോ ഒരു സംഭവം, ഇത്രയും ഫെസിലിറ്റീസ് നമ്മുടെ നാട്ടുകാർക്ക് ഉണ്ടാക്കിയ KCക്ക് ഞാൻ വലിയ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഇനിയും ഇത് നല്ല രീതിയിൽ വളരട്ടെ. ട്രിവാൻഡ്രത്ത് മാത്രമല്ല, ഇനി എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇങ്ങനത്തെ ഫെസിലിറ്റീസ് നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റട്ടെ. ഇനിയും ഇന്ത്യൻ ക്രിക്കറ്റേഴ്സ് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റട്ടെ എന്നുള്ളൊരു ആഗ്രഹം ഞാൻ ഷെയർ ചെയ്യുന്നു. പിന്നെ ഇത്രയും ഒരു ഇമേജ് സ്ഥലം എത്തുമ്പോൾ എനിക്ക് ഉറപ്പായിട്ടൊരു മെസ്സേജ് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ ഇവിടെ കുറേ കൊച്ചു കുട്ടികളെ കാണുന്നുണ്ട്, കുറേ ടീനേജേഴ്സ് ഉണ്ട്, കുറേ എൻ്റെ വയസ്സിലുള്ള കുറേ ആൾക്കാരുണ്ട്. നമ്മൾ എല്ലാവരും ഏതോ ഒരു ഡയറക്ഷനിലോട്ടാണ്. നമുക്ക് എല്ലാവർക്കും സ്വപ്നമുണ്ട് മനസ്സിൽ, നാളെ എങ്ങനെയായി മാറണം, അല്ലെങ്കിൽ അടുത്ത 5 വർഷം കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയായി മാറണം. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കണം. ഞാൻ ആഗ്രഹിച്ചത് ഇന്ത്യൻ ടീമിൽ കയറണമെന്ന് മാത്രമല്ല, ഇന്ത്യൻ ടീമിനെ വേൾഡ് കപ്പ് ജയിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ആ ഒരു സമയത്ത് നമുക്കൊരിക്കലും നമ്മൾ കേരളത്തിൽ നിന്നാണ്, ട്രിവാൻഡ്രത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിക്കാൻ ഒരു ലിമിറ്റ് വേണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളയണം. നമ്മുടെ മനസ്സിൽ ഏറ്റവും വലിയ ഡ്രീം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതിൽ എത്തിപ്പെടും എന്നുള്ളൊരു മനസ്സിലൊരു ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനത്തെ ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പായിട്ടും അത് പറയുന്നു. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക്
സോറി കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ അല്ലേ? ശ്രീജിത്ത് സാറിന്റെ സ്പീച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചിരുന്നു എല്ലാവർക്കും പെട്ടെന്ന് പോണ്ടി വരുമെന്ന് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങണമെന്നാണ് തോന്നിയത്. സ്റ്റേജിൽ കയറിയപ്പോൾ വികാരം കൂടിപ്പോയി. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രീംസിലോട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുറേ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും സ്നേഹിക്കുന്നതും ഉറപ്പായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മൾ കുറേ പേര് നമ്മളെ പറ്റൂല എന്ന് പറയും, കുറേ പേര് നമ്മളെ എതിർക്കും. ആ എതിർക്കുന്ന ശക്തിയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതെല്ലാവരും ഒന്ന് മനസ്സിൽ ഓർത്തു വയ്ക്കണം. അത് നമ്മൾ എതിർക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വാക്കുകളിലൂടെ അല്ല കാണിച്ചു കൊടുക്കേണ്ടത്. നമ്മുടെ ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുക, നമ്മൾ ഗ്രൗണ്ടിൽ കിട്ടുന്ന അവസരങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുക. അതാണ് ഏറ്റവും വലിയ മറുപടി. അപ്പോൾ അത് ദൈവം സഹായിച്ച് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. അപ്പോൾ വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ ദ ഫെസിലിറ്റി. താങ്ക് യു സോ മച്ച് സഞ്ജു. ഇനി അടുത്തതായി നമുക്ക് DMX ലൈറ്റിന്റെ പ്രവർത്തനങ്ങൾ കാണാം. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ പ്രധാന കാഴ്ച. നമ്മുടെ കേരളത്തിൻ്റെ നമ്മുടെ ഇന്ത്യയിലെ അഭിമാനമായിട്ടുള്ള സഞ്ജു സാംസൻ്റെ ആ ഒരു സ്വീകരണവും പിന്നെ നമ്മുടെ പുതിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ ഇനോഗ്രേഷൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുമാത്രമല്ല നമ്മൾ ട്രിവാൻഡ്രംകാർക്ക് ഇനി പുതിയൊരു ഗ്രൗണ്ടും കൂടെ നമ്മുടെ മംഗലാപുരത്ത് ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ക്രിക്കറ്റൊക്കെ കളിക്കാൻ താല്പര്യമുള്ളവർ മംഗലാപുരത്ത് ഇവിടെ മെമ്പർഷിപ്പ് എടുത്ത് കളിക്കാൻ ശ്രമിക്കുക. അത് നല്ലൊരു ഫെസിലിറ്റിയുള്ള നല്ലൊരു കിടിലൻ ഗ്രൗണ്ടാണ്. പിന്നെ പാർക്കിങ്ങിനും അതിനൊന്നും യാതൊരു തടസ്സമില്ലാത്ത നല്ലൊരു ഗ്രൗണ്ടുള്ള ഒരു സ്റ്റേഡിയം കൂടിയാണ്. ഏതാണ്ട് 45 ഏക്കറോളം സ്ഥലമുണ്ട് ഈ സ്റ്റേഡിയത്തിന് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇവിടുത്തെ പരിപാടിക്ക് കഴിഞ്ഞതിന് ശേഷം സഞ്ജു ഇവിടെ നിന്ന് യാത്രയാവുകയാണ്. പിന്നെ സഞ്ജു ഇവിടെ നിന്ന് പോയതിന് ശേഷം പിന്നെ ഇവിടെ കുറച്ചൊരു ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ സ്റ്റേഡിയം ഇനോഗ്രേഷൻ്റെ പ്രമാണിച്ച് ഒരു ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്രധാന കാഴ്ചകൾ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കിനി അടുത്ത വീഡിയോ കാണാം.